നമസ്തേ. H2Sന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ക്ലാസ്സുകൾ കാണുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ സമാസത്തിൻ്റെ കൂടുതൽ വെറൈറ്റികളിലേക്ക് നമ്മൾ പോവാണ്. സമാസം കൂടുതൽ ഇലാബറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പോൾ കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധിച്ച് ഒന്ന് എഴുതി വെക്കാൻ പറ്റുകയാണെങ്കിലൊക്കെ എഴുതിയൊക്കെ വെച്ച് നോട്ട്സൊക്കെ ഉണ്ടാക്കിയാൽ കുറച്ചുകൂടി എളുപ്പമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ഉദാഹരണ സഹിതം സമാസഭേദങ്ങളാണ്. സമാസഭേദങ്ങൾ പറയും, അതിൻ്റെ ഉദാഹരണങ്ങൾ പറയും. ഉദാഹരണം എന്ന് പറഞ്ഞാൽ കുറച്ചധികം ഉണ്ടാവും, എല്ലാം കൂടി കൺഫ്യൂസ്ഡ് ആവരുത്. അപ്പോൾ ആദ്യം കിട്ടുന്നത് ജസ്റ്റ് ഒരു നോട്ട് പോലെ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ കുറച്ച് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് സോദാഹരണം സമാസഭേദാഹ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നമ്മളിന്ന് പഠിക്കാൻ പോണത് കേട്ടോ. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. അതിന് മുൻപ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഊർജം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, സോദാഹരണം സമാസഭേദാഹ. ഇവിടെ നമ്മൾ ആദ്യം പഠിക്കുന്നത് സാമാന്യ വിശേഷ സമാസം 4 തരത്തിലുണ്ടെന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ തത്പുരുഷനാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഈ തത്പുരുഷ സമാസത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ എടുക്കുന്നത്. തത്പുരുഷ സമാസ പ്രായ ഉത്തരപദാർത്ഥ പ്രധാന തത്പുരുഷ. സാധാരണയായി ഉത്തരപദ പ്രധാനമാണ് തത്പുരുഷൻ. തത്പുരുഷ ചതുർധ. തത്പുരുഷ സമാസം 4 തരത്തിലുണ്ട്. സാമാന്യ, കർമ്മധാരയ, ദ്വിഗു, നന്യ. ഇങ്ങനെയാണ് സാമാന്യ, കർമ്മധാരയ, ദ്വിഗു, നന്യ, തത്പുരുഷൻ ഇങ്ങനെയാണ് ഉള്ളത്. അതിൽ സാമാന്യ സപ്തത. സാമാന്യ തത്പുരുഷ സമാസം 7 തരത്തിലുണ്ട്. അത് 7 വിഭക്തികളുടെ രീതിയിലാണ് വരുന്നത് കേട്ടോ. 7 വിഭക്തികളിൽ എങ്ങനെയാണ് അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നമുക്കത് നോക്കാം. പ്രഥമ തത്പുരുഷൻ വരുന്നത് അർദ്ധം ഗ്രാമസ്യ, അർദ്ധഗ്രാമ. വിഗ്രഹം കൊടുത്തിട്ടുണ്ട്, സമാസം കൊടുത്തിട്ടുണ്ട്. ഹെഡിങ് നോക്കൂ. അപ്പോൾ നാമം, അതായത് സമാസത്തിന്റെ പേര്, പിന്നെ വിഗ്രഹം, പിന്നെ അതിന്റെ സമസ്തപദം, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രഥമ തത്പുരുഷൻ അർദ്ധം ഗ്രാമസ്യ, അർദ്ധഗ്രാമ. അർദ്ധം എന്നുള്ളത് പ്രഥമ വിഭക്തിയാണ്, അതുകൊണ്ട് അത് പ്രഥമ തത്പുരുഷൻ എന്നാണ് അർത്ഥമാക്കുന്നത്. ദ്വിതീയ തത്പുരുഷൻ ഗൃഹം ഗതഃ. വിഗ്രഹം ഗൃഹം ഗതഃ, ഒറ്റപ്പദം ഗൃഹഗതഃ എന്നാണ്. ഗൃഹം എന്നുള്ളത് ദ്വിതീയ ആയതുകൊണ്ട് അത് ദ്വിതീയ തത്പുരുഷൻ. ഓക്കെ, വീട്ടിലേക്ക് പോയവൻ എന്നാണ് അർത്ഥം. അപ്പോൾ പോയതിനാണ് പ്രാധാന്യം, അപ്പോൾ ഉത്തരപദാർത്ഥ പ്രധാനമായി. മനസ്സിലായോ? അതുപോലെ അർദ്ധഗ്രാമ, പകുതി ഗ്രാമം എന്ന് പറയുക. ഗ്രാമത്തിനാണ് പ്രാധാന്യം, അതിൻ്റെ പകുതിയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യണത് അല്ലേ. അപ്പം അങ്ങനെ ഉത്തരപദാർത്ഥ പ്രധാനവും അതേസമയം അതിൻ്റെ വിഭക്തിയും നോക്കി തത്പുരുഷ സമാസം ഡിസൈഡ് ചെയ്യുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. തൃതീയ തത്പുരുഷൻ നഖൈഹി ഭിന്നഃ, നഖ ഭിന്നഃ, നഖൈഹി ഭിന്നഃ. ചതുർത്ഥി തത്പുരുഷൻ ഗവേഹിതം, ഗോഹിതം, ഗവേഹിതം, ഗോഹിതം. പഞ്ചമി തത്പുരുഷൻ ചോരാത് ഭയം. ഇവിടെ ആദ്യം കൊടുത്ത വാക്കുകളുടെ വിഭക്തി നോക്കിയിട്ടാണ് ആ വിഭക്തി തത്പുരുഷൻ എന്ന് പറയുന്നത്. അപ്പൊ ചോരാത് ഭയം എന്ന് പറയുമ്പോൾ, ചോരഭയം എന്ന് പറയുമ്പോൾ പഞ്ചമിയാണ്. അവിടെ ഭീത്രാർത്ഥാനാം ഭയഹേതു, ഭീധാതു വരുമ്പോൾ എപ്പോഴും പഞ്ചമി പ്രയോഗിക്കണം, മുന്നിൽ വരുന്ന പദം എന്നൊരു സൂത്രമുണ്ട്, സൂത്രവാക്യമുണ്ട് അല്ലേ. അപ്പോൾ അവിടേക്കൊക്കെ പോയ എക്സ്പ്ലനേഷൻ വീണ്ടും കുറെ കൂടും. അപ്പോൾ നമുക്ക് ചോരാത് ഭയം, ചോരഭയം. ഷഷ്ടി തത്പുരുഷൻ വൃക്ഷസ്യ മൂലം, വൃക്ഷമൂലം. സപ്തമി തത്പുരുഷൻ കാര്യേ കുശലഃ, കാര്യേ കുശലഃ, കാര്യത്തിൽ സമർത്ഥൻ, കാര്യകുശലഃ. ഇവിടെ സമാസേ ശ്രൂയമാണം പൂർവപദം വിഗ്രഹാവസ്ഥായാം യത് വിഭക്ത്യന്തം ഭവതി തദ് വിഭക്തി നാമ്ന വ്യവഹാരഃ. യഥാ ഗ്രാമം ഗതഃ, ഗ്രാമഗതഃ. ദ്വിതീയ തത്പുരുഷഃ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് ആ വിഭക്തിയിൽ അവസാനിക്കുന്ന പദമായതുകൊണ്ട് ആ വിഭക്തി ഏതാണോ ആ വിഭക്തിയിലുള്ള തത്പുരുഷൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് നഖൈഹി ഭിന്നം എന്നൊരു പദം നമ്മൾ പഠിച്ചു. നഖൈഹി ഭിന്നഃ, നഖൈഹി എന്നുള്ള പദം നോക്കിയിട്ട് ആ തത്പുരുഷ സമാസമായിട്ടാണ് അതിനെ പറയുക, തൃതീയ തത്പുരുഷൻ. ചോരാത് ഭയം, ചോരാത് പഞ്ചമി, അപ്പോൾ പഞ്ചമി തത്പുരുഷൻ. മനസ്സിലായോ? അപ്പം അങ്ങനെ 7 തരത്തിലെ 7 വിഭക്തികളുടെ പേരിലുള്ള 7 തത്പുരുഷ സമാസങ്ങളാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കിയത്. അതിൻ്റെ എക്സാമ്പിൾസുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി അടുത്തത്, അപ്പം ഇത്രയാണ് തത്പുരുഷ സമാസത്തിൽ സാമാന്യ തത്പുരുഷൻ വരുന്നത് 7 വിഭക്തികളിൽ. ഇനി കർമ്മധാരയ സമാസമാണ്. സമാനാധികരണത്തിൽ വരുമ്പോൾ അതിനെ കർമ്മധാരയ സമാസം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താണ്? നീലോ മേഘ. ഇവിടെ നേരത്തെ കൊടുത്തതുപോലെ തന്നെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നാമം, വിഗ്രഹം, സമാസം. വിശേഷണ പൂർവപദ, വിശേഷണ ഉത്തരപദ,
അതായത് വിശേഷണ വിശേഷ രൂപം വരുമ്പോഴാണ്, ഭാവം വരുമ്പോഴാണ് കർമ്മധാരയ സമാസം എന്ന് പറയുക. അത് പൂർവ്വപദത്തിൽ വിശേഷണം വരുമ്പോഴും ഉത്തരപദത്തിൽ വിശേഷണം വരുമ്പോഴും ഒക്കെ പേരുകൾ മാറി മാറി വരും. അതാണ് ഇവിടെ വീണ്ടും കർമ്മധാരയ സമാസം 9 തരത്തിൽ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എക്സാമ്പിൾ. വിശേഷണ പൂർവ്വപദം നീലോ മേഘ, നീലമേഘ. നീലമേഘം, മേഘത്തിന്റെ വിശേഷണമാണ് നീല. അപ്പം അതുകൊണ്ട് വിശേഷണ പൂർവ്വപദം അങ്ങനെയുള്ള കർമ്മധാരയ സമാസം. വിശേഷണ ഉത്തരപദം നോക്കൂ. വയ്യാകരണ ഖസൂജിഹി എന്ന് പറയുന്ന വാക്ക് വിശേഷണ ഉത്തരപദത്തിനാണ്. വയ്യാകരണ ഖസൂജിഹി. അവിടെ വയ്യാകരണ ഖസൂജി, വയ്യാകരണനായ ഖസൂജി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് പ്രാധാന്യം വരുന്നത് ഉത്തരപദത്തിനാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് ഖസൂജിക്കാണ് പ്രാധാന്യം. അപ്പം അതുകൊണ്ട് ഉത്തരപദ വിശേഷണം, വിശേഷണ കർമ്മധാരയൻ. അടുത്തത് വിശേഷണ ഉഭയപദ. 2 പദവും വിശേഷണമായിട്ട് പ്രയോഗിക്കുക. ശീതം ഉഷ്ണം, ശീതോഷ്ണം രണ്ടും വിശേഷണ പദങ്ങളാണ്. അപ്പം അവിടെ വിശേഷണ ഉഭയപദ കർമ്മധാരയൻ. ഉപമാന പൂർവപദ. ഇനി ഇവ ശബ്ദം വരുമ്പോൾ ഉപമാനമാണ്. മേഘ ഇവ ശ്യാമഹ, മേഘശ്യാമഹ. ഇവ വന്നതുകൊണ്ട് അവിടെ എന്താണ്? ഉപമാന പൂർവപദ കർമ്മധാരയൻ. ഉത്തരപദ നരഹ വ്യാഘ്രഹ ഇവ, നരവ്യാഘ്രഹ. അവധാരണാപൂർവപദ വിദ്യാ ഏവ ധനം. അവധാരണാപൂർവപദമായിട്ട് വരുന്ന കർമ്മധാരയൻ വിദ്യാധനം എന്ന വാക്ക്. സംഭാവനാപൂർവപദ. സംഭാവന എന്ന് പറഞ്ഞാൽ സംഭാവന, സംശയിക്കുക. ആമ്ര ഇവ വൃക്ഷ, ആമ്രവൃക്ഷ. മധ്യമപദലോഭ. ശാഖപ്രിയ പാർത്ഥിവ, ശാഖപാർത്ഥിവ. ശാഖപ്രിയ പാർത്ഥിവ എന്നുള്ളിടത്ത് പ്രിയ എന്നുള്ള ശബ്ദം ലോപിച്ചു പോയി. മധ്യമപദ ലോപം വന്നു. അങ്ങനെയുള്ള കർമ്മധാരയൻ മധ്യമപദലോപ കർമ്മധാരയൻ. മയൂര വ്യംസകാദി അന്യോദേശ, ദേശാന്തരം. സമാന വിഭക്തി അന്തയോരേവ കർമ്മധാരയ. സമാന വിഭക്തിയിൽ വരുന്നതും കർമ്മധാരയനാണ്. അതഃ വിഗ്രഹവാക്യെ പദദ്വയം അഭി സമാന വിഭക്ത്യന്തം വർത്തതേ. കർമ്മധാരയെ അഭി അന്യാനി നാമാനി യഥാ വിശേഷണ ഉത്തരപദം യസ്യ സഹ വിശേഷണോത്തരപദഃ കർമ്മധാരയഃ. നീലമേഘഃ ഇത്യത്ര നീലഃ ഇതി വിശേഷണം പൂർവപദം ച അതഃ നീലമേഘഃ ഇതി വിശേഷണ പൂർവപദ കർമ്മധാരയഃ. നേരത്തെ ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ സംസ്കൃതത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വാചകങ്ങളാണിവ. ഏവമേവ ഷട്സു ഭേദേ 6 ഭേദങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. മധ്യമപദലോഭ എന്ന് പറയുന്നിടത്ത് എന്താണ്? മധ്യപദസ്യ ലോഭ ഭവതി. ആദ്യത്തെ മധ്യമത്തിലെ പദം നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ മയൂരവ്യംസകാദീതി ഗണസ്യ നാമഃ. ഗണേ, ഇതൊരു ഗണത്തിന്റെ പേരാണ്. അപ്പോൾ ഗണേ ബഹവഃ ശബ്ദഃ സന്തി. തേഷു പ്രഥമ ശബ്ദ മയൂരവ്യംസക. വ്യംസക എന്ന് പറഞ്ഞാൽ ധൂർത്തൻ എന്നാണ് അർത്ഥമാക്കുന്നത് കേട്ടോ. ഇമാനി നാമാനി. വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഇമാനി നാമാനി പാണിനിന നാ വിഹിതാനി ഛാത്രാണാം ബോധന സൗകര്യാർത്ഥം ആധുനികൈഹി കൃതാനി. ഇത് കുട്ടികൾക്ക് കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളതാണ്. ഇങ്ങനെ പാണിനി ആയിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവാൻ തക്ക രീതിയിലേക്ക് ഉദാഹരണ സഹിതം എഴുതി വെച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുക പിന്നീട് വന്ന ആളുകൾ. നീലഹ മേഘഃ നീലമേഘഃ. നീലവും മേഘവും നീലമേഘവും. നീലാഹ മേഘാഹ നീലമേഘാഹ. അവിടെ ഏകവചനം ദ്വിവചനം ബഹുവചന രൂപങ്ങളിലാണ്. ഇതി ത്രിഷു വചനേഷു അഭി സമാസോ ഭവതി. ഇങ്ങനെ 3 വചനങ്ങളിലും സമാസം ഭേദം വരാം. ഏവം സർവേഷു സമാസേഷു അർത്ഥം ദൃഷ്ട്വാ വിഗ്രഹം സമാസംശ്ച വക്തവ്യഃ ഇതി ജ്ഞേയം. ഇങ്ങനെ എല്ലാ സമാസങ്ങളിലും അർത്ഥം നോക്കിക്കൊണ്ട്, അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഏത് സമാസമാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. അപ്പം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഇപ്പോൾ കർമ്മധാരയ സമാസമാണ് പഠിച്ചത്. നമ്മൾ മനസ്സിലാക്കിയത് തത്പുരുഷ സമാസമാണ്. 7 തരത്തിൽ 7 വിഭക്തികളിൽ വരുന്ന സമാസമാണ്. 7 വിഭക്ത്യന്ത പദങ്ങളിൽ വരുന്ന പദങ്ങൾ മനസ്സിലാക്കി അതേ വിഭക്തിയിലുള്ള തത്പുരുഷ സമാസം എന്ന് മനസ്സിലാക്കും. തത്പുരുഷൻ്റെ തന്നെ വേറൊരു വകഭേദമായ കർമ്മധാരയ സമാസം. അവിടെ വിശേഷണ വിശേഷ രൂപങ്ങൾ, അതുപോലെ തന്നെ എന്താ പറയുക, ഉപമാന പൂർവ്വപദങ്ങൾ, ഉത്തരപദ പ്രധാനങ്ങളായിട്ടുള്ളത്, ഇത്തരത്തിൽ വരുന്ന സമാസങ്ങളെ നമുക്ക് കർമ്മധാരയ സമാസം എന്ന് പറയാം. പൂർവ്വപദത്തിനാണ് പ്രാധാന്യം വരുന്നതെങ്കിൽ പൂർവ്വപദ കർമ്മധാരയൻ എന്ന് പറയാം. വിശേഷണ പൂർവ്വപദ കർമ്മധാരയൻ, വിശേഷണ ഉത്തരപദ കർമ്മധാരയൻ. ഉത്തരപദമാണ് വിശേഷണമായിട്ട് വരുന്നതെങ്കിൽ അങ്ങനെ നമ്മൾ മനസ്സിലാക്കി. പിന്നെ ഉപമാന പൂർവ്വപദം ഇവ എന്ന് പറയുന്ന പദം വരികയാണെങ്കിൽ അത് ഉപമാന പൂർവ്വപദമായിട്ട് മനസ്സിലാക്കാം. പിന്നെ അവധാരണ പൂർവ്വപദം വിദ്യാ ഏവ ധനം എന്ന് പറയുന്ന വാക്ക്
അതുപോലെ സംഭാവന എന്ന് പറയുന്നത് ആമ്രൈവ വൃക്ഷ എന്ന് പറയുന്നിടത്ത് ആമ്രവൃക്ഷ സംഭാവനയാണ്, ഒരു സംശയം അല്ലെങ്കിൽ ഒരു തോന്നൽ പോലെ പറയുന്നതാണ്. മധ്യമപദ ലോബി എന്ന് പറയുന്നൊരു കർമ്മധാരനുണ്ട്. അവിടെ ശാഖപ്രിയ പാർത്ഥിവ എന്ന് പറയുന്ന സ്ഥലത്ത് ശാഖാപാർത്ഥിവ എന്ന് പറയുന്ന ഒറ്റപ്പദമായി പ്രിയ എന്ന പദം ലോപിച്ചു പോയി, അങ്ങനെ വരാം. മയൂര വ്യംസകാദി അന്യോദേശ ദേശാന്തരം എന്ന് പറയുന്നത് പോലെ ഒരു ഗ്രൂപ്പായിട്ട് പറയുന്ന കാര്യങ്ങളും ഇത്തരത്തിൽ വരും. ഇത്തരത്തിൽ എന്താ പറയുക സമാസമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഓരോ പദങ്ങളുടെയും ഓരോ വാക്കുകൾ എടുത്തു വെച്ച് വിഗ്രഹം മനസ്സിലാക്കി അർത്ഥം മനസ്സിലാക്കി വേണം സമാസഭേദങ്ങൾ കണ്ടുപിടിക്കാൻ. ഏത് സമാസത്തിൽ പെട്ടവയാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട്. മനസ്സിലായോ? അപ്പോഴാണ് നമുക്ക് ഏതാണ് കൃത്യമായി സമാസം എന്ന്. അതുപോലെ ഏകവചനം ദ്വിവചനം, നീലഹ മേഘഹ, നീലൗ മേഘൗ, നീലാഹ മേഘഹ, ഏകവചനം ദ്വിവചനം ബഹുവചനം, ഇത്തരത്തിലും സമാസഭേദങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, വചനത്തിലും വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ചത് മാത്രം ഇന്ന് മനസ്സിലാക്കി വയ്ക്കുക. ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കുക. ഇതെല്ലാം വളരെ പ്രധാനമായിട്ട് ഗംഭീരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാതെ പഠിക്കുക. എന്ന് വെച്ചാൽ വളരെ ലാഘവത്തോടു കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കി വയ്ക്കുക. അവനവനെ ഏതാണോ കംഫർട്ടബിൾ ആയിട്ട് ഓർമ്മയിൽ നിൽക്കുന്നത് അത് നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അത്രയും ചെയ്താൽ മതി. എല്ലാം കൂടി പഠിച്ചിട്ട് എല്ലാം കൂടി കൺഫ്യൂസ്ഡ് ആയിട്ട് എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ നിൽക്കണ്ട. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ 7 തത്പുരുഷ സമാസം പഠിക്കാൻ ബുദ്ധിമുട്ടില്ല. ആദ്യത്തെ വിഭക്തി നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റും. കർമ്മധാരയ സമാസത്തിൽ വിശേഷണങ്ങളാണ് വരുന്നത്. അത് പൂർവ്വപദമാണോ ഉത്തരപദമാണോ എന്ന് മനസ്സിലാക്കിയാൽ മതി. മനസ്സിലായോ? വിശേഷം അറിയാലോ അല്ലേ? എക്സ്പ്ലെയിൻ ചെയ്യുന്ന വാക്ക്, എക്സ്പ്ലെയിൻ ചെയ്യുന്ന വസ്തു. ഇപ്പോൾ കറുത്ത പെൻസിൽ, കറുത്തത് വിശേഷണം, പെൻസിൽ വിശേഷം. ഞാൻ ഒരു ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സമാസത്തിൻ്റെ ആദ്യത്തെ ക്ലാസ്സുകൾ എടുത്തപ്പോൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നോക്കുക. അതുപോലെ പിന്നെ വരുന്നത് വരുന്നത് ഉപമാന രീതിയിൽ വരുന്നത്. അതുപോലെ അവധാരണം, വിദ്യാധനം എന്ന് പറയുന്ന വാക്ക്. അങ്ങനെ ആ വാക്കുകളും സമസ്തപദവും ഈ പേരും മാത്രം മാച്ച് ചെയ്ത് ഓർമ്മിച്ച് വയ്ക്കുക. അപ്പോൾ തന്നെ വാക്കുകൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഏതാണോ എളുപ്പത്തിൽ മനസ്സിലേക്ക് കയറുന്നത് അതിനെ നന്നായി മനസ്സിലാക്കി വയ്ക്കുക. മനസ്സിലാവാത്തത് അല്ലെങ്കിൽ കൃത്യമായിട്ട് ഓർമ്മ നിൽക്കാത്തുണ്ടെങ്കിൽ അതിനൊന്നും മാറ്റി നിർത്തുക. എന്നിട്ട് മറ്റത് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ആ വരുന്ന പദങ്ങൾ ഒഴിച്ച് നിർത്തിയാൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ബാക്കിയുള്ളതിനെ കണ്ടുപിടിക്കാനും പറ്റും. മനസ്സിലായോ? പഠിച്ചത് വൃത്തിയായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ അതാണ് ചെറിയൊരു ടെക്നിക്ക്. എനിക്ക് തോന്നുന്ന ടെക്നിക്കാണ്. നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.